ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മുടെ സീരീസിലാണ് നമ്മൾ PYQ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ലാസ്റ്റ് നടന്ന ഡ്രൈവർ ഗ്രേഡ് 2ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ 2 സീരീസിലായിട്ട് നമ്മൾ 30ഓളം ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി വരുന്ന ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വാഹനത്തിന്റെ ഉടമസ്ഥൻ തന്റെ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ച് പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ 6 മാസം തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും. 3 മാസം തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച്. ഓപ്ഷൻ സി പറയുന്നത് 3 മാസം തടവ് 10000 രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും. ഓപ്ഷൻ ഡി പറയുന്നത് 5000 രൂപ പിഴ മാത്രം. എന്താണ് വെച്ചാൽ വാഹനത്തിന്റെ ഉടമസ്ഥന് കിട്ടുന്നതാണ്. അതായത് തന്റെ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു എന്നിട്ട് പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഉടമക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നാണ് ചോദ്യം. വാഹനത്തിന്റെ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്കോ അല്ലെങ്കിൽ ഏജ് ആകാത്ത ഒരാൾക്കോ വാഹനം ഓടിക്കാൻ കൊടുത്താൽ ആ കുറ്റം ഫുള്ള് വാഹനത്തിന്റെ ഉടമക്കാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മളുടെ സെക്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഫൈൻ എന്താണെന്നാണ്. 6 മാസം തടവും 5000 രൂപയാണോ, 3 മാസം തടവും 5000 രൂപയാണോ, അതേപോലെ തന്നെ 3 മാസം 10000 രൂപയാണോ, അല്ലെങ്കിൽ വെറും പിഴ മാത്രമേ ഉള്ളൂ എന്നാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 3 മാസം തടവും അതോടൊപ്പം തന്നെ 5000 രൂപ പിഴയും, ഇല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം 3 മാസം അതേപോലെ തന്നെ 5000 രൂപ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. 6 മാസമല്ല, 3 മാസം 5000 രൂപ. നമ്മൾ ഓരോ ഒഫൻസും പഠിക്കുന്ന സമയത്ത് എത്ര മാസത്തേക്കാണ് ഈ തടവ് ലഭിക്കുന്നത് അല്ലെങ്കിൽ എത്രയാണ് ഫൈന് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിട്ടൊക്കെ ലിങ്ക് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ പെട്ടെന്ന് കയറാനും നിൽക്കാനും സുഖമായിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 32ാമത്തെ ക്വസ്റ്റ്യന്, മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 185 അനുശാസിക്കുന്നത് എന്ത്? സെക്ഷൻ 185 അനുശാസിക്കുന്നത് എന്താണ് എന്നാണ്. അനുവദിച്ചതിൽ കൂടുതൽ വേഗതയിൽ വാഹനം ഓടിക്കാൻ പാടില്ല, മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല, വാഹനങ്ങളിൽ അമിതഭാരം കയറ്റി വാഹനം ഓടിക്കാൻ പാടില്ല, മൊബൈൽ ഫോണുകൾ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സെക്ഷനാണ്. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻസ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നതുമായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ ആയിരിക്കും 185 എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡ്രഗിന്റെ ഇൻഫ്ലുവൻസോട് കൂടി മദ്യപിച്ച് എന്തെങ്കിലും ഒരു ഡ്രഗിന്റെ ആൽക്കഹോളിന്റെയോ ഡ്രഗിന്റെയോ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് വാഹനം ഓടിക്കാൻ പാടില്ല. അതിൽ മദ്യപാനം മാത്രമല്ല മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ, ആ സെക്ഷനിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ 32ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, മോട്ടോർ വാഹന നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനം ഓടിച്ച് ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ എന്താണ്? മോട്ടോർ വാഹന നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ അത്ര തന്നെ സിമ്പിളായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ 3 മാസം തടവും അല്ലെങ്കിൽ 2000 രൂപ പിഴയും, ഇല്ലെങ്കിൽ ഇവ രണ്ടും. ഓപ്ഷൻ ബി 6 മാസം തടവും അല്ലെങ്കിൽ 2000 രൂപയും, അല്ലെങ്കിൽ ഇവ രണ്ടും. ഓപ്ഷൻ സി 1 മാസം തടവും അല്ലെങ്കിൽ 4000 രൂപയും, ഇവ രണ്ടും. ഓപ്ഷൻ ഡി 2000 രൂപ പിഴ മാത്രം. അല്ലേ? ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? തടവുണ്ട്, അതോടൊപ്പം തന്നെ ഫൈനുണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 3 മാസം തടവും അതേപോലെ തന്നെ 2000 രൂപ ഫൈനും. അല്ലേ? അത് കിട്ടുന്ന പരമാവധി ശിക്ഷയാണ്. 2000 രൂപ ഫൈന് നോർമലി എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരിക്കും. ഈ 3 മാസം തടവും കൂടി അതിന്റെ കൂടെ ഉണ്ട്, നിലവിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനത്തിൽ അമിതഭാരം കയറ്റി പിടിക്കപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? വാഹനത്തിൽ അമിതഭാരം കയറ്റി കഴിഞ്ഞാൽ, വാഹനത്തിൽ ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഏതാണ് സെക്ഷൻ? അമിതഭാരം കയറ്റുന്ന സെക്ഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പൊ അതിന്റെ പിഴയാണ് ഇനി ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പിഴ മാത്രം ഒടുക്കാവുന്ന കുറ്റമാണ്. ഓപ്ഷൻ ബി വാഹനം ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് തീർപ്പാക്കാവുന്ന കുറ്റമാണ്. ഓപ്ഷൻ സി പിഴ ഒടുക്കുകയും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യാവുന്ന കുറ്റമാണ്. ഓപ്ഷൻ ഡി മീഡിയം ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുന്നത് കുറ്റകരമല്ല. ഏതാണ് ആൻസർ കറക്റ്റ് ആയിട്ട് വരിക? എന്താണ്? അമിതഭാരം കയറ്റി കിട്ടാവുന്ന പരമാവധി ശിക്ഷ എത്ര വരിക? വാഹനത്തിലെ പിഴ ഒടുക്കാവുന്നതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്നതുമായ കുറ്റമാണ്. ഇവിടെ പിഴ ഒടുക്കാവുന്നതെന്ന് പറഞ്ഞു, പക്ഷെ എത്രയാണ് ഫൈൻ എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കും എത്ര ഫൈൻ എന്ന് പറയുന്നത്? ഈ ഓവർലോഡ് കയറ്റുന്നതിലെ ഫൈനിന്റെ എമൗണ്ടിൽ നല്ല ഒരു ക്രൈറ്റീരിയ കിടക്കുന്നുണ്ട്. ആ ക്രൈറ്റീരിയ പ്രകാരമായിരിക്കും അല്ലേ.
അതായത് മിനിമം ഓവർലോഡ് കയറ്റി കഴിഞ്ഞാൽ അതിനുള്ള ഫൈൻ എന്ന് പറയുന്നത് 20,000 രൂപയാണ് മിനിമം വരുന്നത്. പ്ലസ് ഒരു ടണ്ണിന് 2,000 രൂപ. അതുകൊണ്ടാണ് ഇവിടെ ഫൈൻ എമൗണ്ട് കറക്റ്റ് പറയാനത്. മറ്റിടത്തൊക്കെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 2,000 അല്ലെ, മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 10,000, അങ്ങനെ നമുക്ക് ഓരോന്നിനും പറയുന്നുണ്ട് അല്ലേ. മൈനർ ആയിട്ടുള്ള ആളുകൾക്ക് വാഹനം കൊടുത്തു കഴിഞ്ഞാൽ 5,000 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് പറയാത്തൊരു കാരണം തന്നെയായിരുന്നു, നമ്മൾ വാഹനം ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 20,000 രൂപ ഫൈൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടണ്ണിന് 2,000 രൂപ ഉണ്ട്. അപ്പോൾ ഒരു ടണ്ണാണ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 22,000 രൂപ ഫൈൻ ഉണ്ടാവും. 10 ടണ്ണാണ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 20,000 വരും, ഇവിടെ ഒരു 20,000 വരും, 40,000 രൂപ ഫൈൻ ഉണ്ടാവും. അതുകൊണ്ട് പിഴ ഒടുക്കാവുന്നതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്നതുമായിട്ടുള്ള ഒരു കുറ്റമാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇത് നേരത്തെ വേറൊരു സ്ഥലത്തും ചോദിച്ചു, ഈ ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ട് താഴെ വരുമ്പോൾ ഓവർലോഡ് കയറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അമിതഭാരം കയറ്റുക എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, എങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. എന്നാൽ നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 184 പരിധിയിൽ വരാത്തത് ഏതെല്ലാമാണ്? സെക്ഷൻ 184 പരിധി. സെക്ഷൻ 184 എന്തായിരുന്നു അറിയോ? ഡ്രൈവിംഗ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് അല്ലേ, ഡേഞ്ചറസ് ആയിട്ട് വാഹനം ഓടിക്കുന്നത്. അത് നമുക്ക് മാത്രമല്ല മറ്റു റോഡ് യൂസേഴ്സിന് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതൊക്കെ സെക്ഷൻ 184 പരിധിയിൽ വരുന്നതാണ്. എന്തായിരിക്കും? ഓപ്ഷൻ എ റെഡ് ലൈറ്റ് ജമ്പിങ്, ഓപ്ഷൻ ബി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക, ഓപ്ഷൻ സി സ്റ്റോപ്പ് സൈൻ അവഗണിക്കുക, ഓപ്ഷൻ ഡി ഹെൽമെറ്റ് ധരിക്കാതെ 2 വീലർ ഓടിക്കുക. ജമ്പിങ് റെഡ് ലൈൻ 154 അതായത് നമ്മൾ സിഗ്നലിൽ ചെന്ന് നടക്കുന്ന സമയത്ത് റെഡ് ലൈൻ ഉണ്ടെങ്കിൽ അത് ജമ്പ് ചെയ്ത് മുന്നോട്ട് പോകുക. അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക, അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ്. ദെൻ നെക്സ്റ്റ്, മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് എന്ന് കൃത്യം പറയുന്നുണ്ട് കേട്ടോ, കൈ പിടിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആയിരിക്കണം മൊബൈൽ ഫോൺ. ദെൻ മൂന്നാമത്തെ, സ്റ്റോപ്പ് സൈൻ അവഗണിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ട്രാഫിക്കിൽ വെച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഒരു സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഡേഞ്ചറസ് ഡ്രൈവിങ്ങിന് പരിധിയിൽ വരുന്നതാണ്. ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നത് ഡേഞ്ചറസ് ഡ്രൈവിങ്ങിന്റെ പരിധിയിൽ വരാത്തതാണ് കേട്ടോ. ഹെൽമെറ്റ് ഓടിക്കാതെ വാഹനം ഓടിക്കുന്നതിന് പ്രത്യേകമായിട്ട് വേറെ സെക്ഷൻ തന്നെ കറക്റ്റ് പറയുന്നുണ്ട്. അതാണ് 35ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 36ാമത്തെ. താഴെ പറയുന്നവയിൽ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 134A പ്രകാരം പറയുന്ന ഒരു നല്ല സമരിയാക്കാരന്റെ അവകാശങ്ങൾ എന്തെല്ലാമാണ്? 134A എന്ന് പറയുന്നത് എന്താണ്? ഒരു നല്ല സമരിയാക്കാരന്റെ, ഒരു നല്ല ഗുഡ് സമാരിറ്റന്റെ എന്താണ് അവകാശങ്ങളെ കുറിച്ചാണ് സെക്ഷൻ 134 പറയുന്നത്. ഇത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 134. അതിന്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം പഠിക്കാണ്ട് CMVR റൂൾ 168ഉം 169ഉം ഒരു നല്ല സമരിയാക്കാരന്റെ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് അവരുടെ അവകാശങ്ങൾ ഇവിടെ 1, 2 അതേപോലെ തന്നെ 3, 4 4 കൊടുത്തിട്ടുണ്ട്. ഈ 4 കൊടുത്തതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത്, ഒരു നല്ല സമരിയാക്കാരനോട് ബഹുമാനപൂർവ്വം പെരുമാറേണ്ടതാണ്. രണ്ടാമത്, ഒരു നല്ല സമരിയാക്കാരന്റെ കയ്യിൽ നിന്നും അപകടം പറ്റിയ ആൾക്ക് ആവശ്യമായ മരുന്നുകൾക്ക് വേണ്ടി വരുന്ന പണം നിർബന്ധമായും ഈടാക്കാവുന്നതാണ്. മൂന്നാമത്തെ, നല്ല സമരിയാക്കാരൻ നിർബന്ധമായും അപകടത്തിന്റെ ദൃക്സാക്ഷി ആകേണ്ടതാണ്. ഓപ്ഷൻ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, അപകടം പറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്ന നല്ല സമരിയാക്കാരനോട് പോലീസോ ആശുപത്രി അധികൃതരോ മറ്റു ആവശ്യങ്ങളൊന്നും ഒന്നും തന്നെ പറയാതെ പെട്ടെന്ന് പോകാൻ അനുവദിക്കേണ്ടതാണ്. അപ്പൊ അയാളുടെ അവകാശങ്ങൾ ഏതൊക്കെയാണ്? ബഹുമാനപൂർവ്വം പെരുമാറേണ്ടതാണ്, ഒന്ന് ശരിയാണ്. വേണ്ടി വന്നാൽ നിർബന്ധമായും പണം ഈടാക്കേണ്ടതാണ് എന്നുള്ളത് തെറ്റാണ് അല്ലേ. ഒരിക്കലും നല്ല സമരിയാക്കാരൻ്റെക്ക് എന്ത് ചെയ്യേണ്ട, പണം ഈടാക്കേണ്ട ആവശ്യമില്ല. ഒരു നല്ല സമരം നിർബന്ധമായിട്ടും ദൃക്സാക്ഷി ആകേണ്ട ആവശ്യമില്ല. അയാൾക്ക് സ്വമേധയാ ദൃക്സാക്ഷി ആകണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താ, വിറ്റ്നസ് ആയിട്ട് പോവാം. നാലാമത്തെ എന്താ പറയുന്നത്, അപകടം പറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ നല്ല സമരക്കാരനും പോലീസോ ആശുപത്രി അധികൃതരോ ആവശ്യങ്ങളൊന്നും തന്നെ പറയാതെ പെട്ടെന്ന് പോകണം. അപ്പോൾ 1ഉം 4ഉം ആണ് കറക്റ്റ് ആൻസർ. നമുക്കിവിടെ 1ഉം 4 വരുന്നത് ഓപ്ഷൻ ബിയിലാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെയാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതേപോലെ സമരിയാക്കാരൻ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, 4 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, അതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത്. കാരണം അത്യാവശ്യം വലിയ 2 റൂളുകളാണ്. ആ റൂളുകളെ അവർ ഒന്നിച്ച് 2 ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. CMVR സെക്ഷൻ 168(5) പ്രകാരം എല്ലാ ആശുപത്രികളുടെ ഡാഷ് കവാടത്തിലോ അനായാസം കണ്ണിൽപ്പെടുന്നതോ ആയ ഭാഗത്തോ ഹിന്ദി ഇംഗ്ലീഷ് ബോർഡ് സ്ഥാപിക്കേണ്ടതാണ്. എന്തിൻ്റെയൊക്കെയാണ് ബോർഡ് സ്ഥാപിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്.
ഒന്ന് ട്രാഫിക് നിയമങ്ങൾ, 2 ഡ്രൈവറുടെ ജോലികൾ, 3 വാഹനാപകടത്തിൽ പെട്ടവരുടെ പേരുവിവരങ്ങൾ, ഒരു നല്ല സമരിയാക്കാരന്റെ അവകാശങ്ങൾ. എന്താണ്? ഒരു പൊതു സ്വകാര്യ ആശുപത്രികളുടെ കവാടങ്ങൾ, എല്ലാ പൊതു സ്വകാര്യ ആശുപത്രികളുടെ കവാടങ്ങളിലും ഈ സെക്ഷൻ പ്രകാരം, സെക്ഷൻ അവിടെ നാം നിൽക്കട്ടെ, എന്താണ് വായിക്കേണ്ടത്? ഒരു നല്ല സമരിയാക്കാരന് എന്തെല്ലാം അവകാശങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇംഗ്ലീഷ്, ഹിന്ദി, അവിടുത്തെ പ്രാദേശിക ഭാഷ, ഈ 3 ഭാഷകളിലായിട്ട് ഒരു ചാർട്ടർ പബ്ലിഷ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് CMVRലെ സെക്ഷൻ 168ലെ സബ് സെക്ഷൻ ആയിട്ടുള്ള 5 പറയുന്നത്, 5ാമത്തെ സബ് സെക്ഷൻ പറയുന്നത്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്, സമരിയാക്കാരനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപകടത്തിൽ പരിക്ക് പറ്റിയ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് ഒരു നല്ല സമരിയാക്കാരന്റെ പേര്, വിലാസം എന്നിവ നിർബന്ധമായും നൽകേണ്ടതാണ്. അപകടത്തിൽ പരിക്ക് പറ്റി ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളുടെ ആശുപത്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിർബന്ധമായും നടത്തിയതിനു ശേഷം മാത്രമേ ഒരു നല്ല സമരിയാക്കാരൻ അവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. ഓപ്ഷൻ സി പറയുന്നത്, ഒരു നല്ല സമരിയാക്കാരൻ അപകടം പറ്റിയ ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളുടെ ആശുപത്രി ചെലവുകൾ നൽകേണ്ടതില്ല. നെക്സ്റ്റ് ഡി പറയുന്നത്, ഒരു നല്ല സമരിയാക്കാരൻ അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളുടെ ചികിത്സ തുടങ്ങിയതിന് ശേഷമുള്ള വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. ഇതിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ശരിയായ പ്രസ്താവന അല്ലേ? അപ്പോൾ 1ാമത്തെ പ്രസ്താവന തെറ്റാണ്, 2ാമത്തെ പ്രസ്താവന തെറ്റാണ്, 4ാമത്തെ തെറ്റാണ്, 3ാമത്തെ മാത്രമാണ് കറക്റ്റ്. ഒരു നല്ല സമരിയാക്കാരൻ എന്ന് പറഞ്ഞാൽ അപകടം പറ്റി ആശുപത്രിയിൽ കൊണ്ടുവന്നതിന് ശേഷം അതിന് ചെലവുകളൊന്നും തന്നെ അദ്ദേഹം വഹിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് അയാളെ അവിടെ എത്തിച്ചതിന് ശേഷം പോകാം. പേര്, വിവരങ്ങളൊന്നും നൽകേണ്ട ആവശ്യമില്ല. പോലീസിൽ സാക്ഷി നിർബന്ധമായും സാക്ഷി ആവേണ്ട ആവശ്യമില്ല. സ്വമേധയാ അദ്ദേഹത്തിന് വിവരങ്ങൾ നൽകണമെങ്കിൽ നൽകാം എന്നുള്ളത് ആണ് പറയുന്നത്. അപ്പോൾ 38 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 38ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 39ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നല്ല സമരിയാക്കാരൻ ഒരു അപകടത്തിൽ ദൃക്സാക്ഷിയാകാൻ സ്വയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളെ സാക്ഷി വിസ്താരം നടത്തുന്നതിനുള്ള നടപടിക്രമത്തിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ശരിക്കും ശ്രദ്ധിച്ചു വായിക്കണേ. തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ശരിയായത് തെറ്റായത് മാറ്റി മാറ്റി ചോദിക്കാറുണ്ട്. ഒരു നല്ല സമരിയാക്കാരൻ വിസ്താരം നടത്തുന്നതിന് സമരിയാക്കാരന് അനുയോജ്യമായ സ്ഥലത്തും സമയത്തും ആയിരിക്കണം. അത് കറക്റ്റ് ശരിയായ പ്രസ്താവനയാണ്. ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഒരു സമരിയാക്കാരനെ നിർബന്ധമായും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സാക്ഷി വിസ്താരം നടത്താവുന്നതാണ്. നിർബന്ധമായും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സാക്ഷി വിസ്താരം നടത്തേണ്ടതാണ്. തെറ്റാണ്. ഒരിക്കലും നിർബന്ധമായിട്ടും വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. സമരിയാക്കാരന്റെ ഭാഷ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഷ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു വ്യാഖ്യാതാവിനെ നിയമിക്കാവുന്നതാണ്, ഒരു ട്രാൻസ്ലേറ്റർ. അത് ശരിയാണ്. ഒരു സമരിയാക്കാരന് താല്പര്യമുണ്ടെങ്കിൽ തന്റെ സാക്ഷി വിസ്താരത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോകാം. പക്ഷെ ഒരിക്കലും നിർബന്ധമായിട്ടും ഒരു നല്ല സമരിയാക്കാരനെ അവിടെ വിളിച്ചു വരുത്തി ചെയ്യേണ്ടത് ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് വരിക? അതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. അതായത് തെറ്റായ കാര്യമാണ് ചോദിച്ചില്ലേ, തെറ്റായ പ്രസ്താവന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബി ആണ് അതിന്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യത്തിലാണ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയാത്തത്? താഴെ പറയുന്നതിൽ 4 കുറ്റങ്ങൾ. ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയാത്ത കുറ്റം ഏതാണ്? ഓപ്ഷൻ എ, ഹെൽമെറ്റ് ധരിക്കാതെ 2 വീലർ ഓടിക്കുക. ഓപ്ഷൻ ബി, അമിത വേഗതയിൽ വാഹനം ഓടിക്കുക. ഓപ്ഷൻ സി, ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക. ഓപ്ഷൻ ഡി, മദ്യപിച്ച് വാഹനം ഓടിക്കുക. ഇതിൽ ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാൻ കഴിയാത്തത്, ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാം. അമിത വേഗത്തിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കൽപ്പിക്കാം. മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കൽപ്പിക്കാം. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാൻ കഴിയൂല. നമുക്ക് അവിടെ ഫൈനും കാര്യങ്ങളും ഈടാക്കാനും കാര്യങ്ങൾക്കുമാണ് പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഏത് തരം വാഹനങ്ങളിലാണ് ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടുള്ളത്? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഏത് തരം? L1 L2 L2 L5 T1 T2 M N അല്ലേ? നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എമ്മും എന്നും, അതായത് ചരക്ക് വാഹനങ്ങളിലും പാസഞ്ചർ വാഹനങ്ങളിലുമാണ് അല്ലേ? L1 L2 എന്നൊക്കെ പറഞ്ഞാൽ 2 വീലറുകളാണ്. 2 വീലറുകൾക്കൊന്നും 2 വീലർ 3 വീലറാണ്, അതിലൊന്നും ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടില്ല. അപ്പോൾ എമ്മും എന്നും ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് 42ാമത്തെ ക്വസ്റ്റ്യന്, CMVR റൂള് 138 3 പ്രകാരം മോട്ടോർ വാഹനത്തിലെ ഏതെല്ലാം സീറ്റിലെ യാത്രക്കാരാണ് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത്? ഒരു വാഹനത്തിലെ ആരൊക്കെയാണ് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത്? ഓപ്ഷൻ എ, ഡ്രൈവർ മാത്രം. ഓപ്ഷൻ ബി, വാഹനത്തിന്റെ മുൻ സീറ്റിലുള്ളവർ മാത്രം. ഓപ്ഷൻ സി, വാഹനത്തിന്റെ മുൻ സീറ്റിലും വാഹനത്തിന്റെ പിറകിലെ മുന്നിലേക്ക് അഭിമുഖമായി ഇരിക്കുന്ന സീറ്റിലെ യാത്രക്കാരും. ഓപ്ഷൻ ഡി, പിറകിലെ സീറ്റിലുള്ളവർ മാത്രം. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലേ? വാഹനത്തിന്റെ മുൻ സീറ്റിലുള്ളവർ, മുൻ സീറ്റിലെ 2 സീറ്റിൽ ഇരിക്കുന്ന ആളുകളും പിറകിലെ ഇരിക്കുന്ന ആളുകളും
സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെന്ന് ഡ്രൈവർ ഉറപ്പാക്കേണ്ടതാണ് എന്നുള്ളതാണ് അതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വാണിംഗ് ട്രയാങ്കിൾ. നമുക്കറിയാലോ റിഫ്ലക്റ്റീവ് വാണിംഗ് ട്രയാങ്കിൾ, ചുവന്ന തിളങ്ങുന്ന പ്രതലത്തോട് കൂടിയ ത്രികോണം. 4 വീലുകളുള്ള GVW 7.5 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങളിൽ എത്ര എണ്ണമാണ്? അല്ലേ? ഓരോ മാനുഫാക്ചറും അതാത് ആവശ്യങ്ങളായിട്ടുള്ള സാധനങ്ങൾ ആ വാഹനത്തിന്റെ കൂടെ നൽകണം എന്നാണ് നമ്മൾ പറയുന്നത്. സ്പെയർ വീല്, പഞ്ചർ കിറ്റ്, ടൂൾസ്, അല്ലേ? അങ്ങനെ. അപ്പോൾ വാണിംഗ് ട്രയാങ്കിൾ കൊടുക്കണം. അപ്പോൾ GVW 7 ടണ്ണിന് മുകളിൽ വരുന്ന വാഹനങ്ങളിൽ, അല്ലേ? GVW 7 ടണ്ണിന് മുകളിൽ വരുന്ന വാഹനങ്ങളിൽ എത്ര റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾ ആണ് നമുക്ക്? റിഫ്ലക്റ്റീവ് വാണിംഗ് ട്രയാങ്കിൾ അറിയാലോ, ആ ട്രയാങ്കിൾ റെഡ് ഇല്ലേ, ട്രയാങ്കിൾ, അത് എത്രണ്ണാണ് നൽകേണ്ടത് എന്നുള്ളതാണ്, അല്ലേ? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 3. എത്രണ്ണാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് GVW 2 ടണ്ണിന് 7.5 ടണ്ണിന് മുകളിൽ ഉണ്ടെങ്കിൽ 2 വാണിംഗ് ട്രയാങ്കിളും, 7.5 ടണ്ണിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ അതിൽ 1 വാണിംഗ് ട്രയാങ്കിളുമാണ് നൽകേണ്ടത്, മാനുഫാക്ചർ നൽകേണ്ടത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിന് GVW 7 ടണ്ണിന് മുകളിലുള്ള 4 വീലുള്ള വാഹനങ്ങളിൽ CMVR റൂള് 138 4 പ്രകാരം എത്ര ചോക്ക് ബ്ലോക്ക് ആവശ്യമാണ്? എത്ര ചോക്ക് ബ്ലോക്ക് ആവശ്യമാണ്? GVW എത്രയാണ്? 7 ടണ്ണിന് മുകളിൽ, അല്ലേ? GVW 7 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങൾക്ക്. GVW 4 ടണ്ണിന് മുകളിൽ ഉള്ള വാഹനങ്ങൾക്കാണ് ചോക്ക് ബ്ലോക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. 7 ടണ്ണിന് മുകളിലുള്ളവർക്ക് ഓപ്ഷൻ ബി ആണ് 2 ചോക്ക് ബ്ലോക്ക് ആണ്. അതായത് 4 ടണ്ണ് മുതൽ 7 ടണ്ണ് വരെ 1 ചോക്ക് ബ്ലോക്കും, 7 ടണ്ണിന് മുകളിലോട്ടാണെങ്കിൽ 2 ചോക്ക് ബ്ലോക്കും ആ വാഹനത്തിന് നിർമ്മാതാവ് നൽകിയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യന് 4 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് 2 വീലറിൽ യാത്ര ചെയ്യുമ്പോഴുള്ള പരമാവധി സ്പീഡ്, വേഗത എത്രയാണ്? അത് ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടികളെ, ചെറിയ കുട്ടികളെ കൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനത്തിലുള്ള പരമാവധി സ്പീഡ് എത്ര വരെ ആകാം? ഓപ്ഷൻ എ 30 km/h, ഓപ്ഷൻ ബി 40 km/h, ഓപ്ഷൻ സി 60 km/h, ഓപ്ഷൻ ഡി 50 km/h. എത്ര വരാം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 40 km/h ആണ് അതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. മാക്സിമം സ്പീഡ് വരെ ആകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് താഴെ പറയുന്നവയിൽ ഏത് ട്രാൻസ്പോർട്ട് വാഹനത്തിലാണ് സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ്, സ്പീഡ് ഗവർണർ നിർബന്ധമായും ഘടിപ്പിക്കേണ്ടത്? ഓപ്ഷൻ എ 2 വീലേഴ്സ്, ഓപ്ഷൻ ബി ആംബുലൻസ്, ഓപ്ഷൻ സി സ്റ്റേജ് ഗേജ് വാഹനങ്ങൾ, ഓപ്ഷൻ ഡി പോലീസ് വാഹനങ്ങൾ. അതായത് സ്പീഡ് ഗവർണർ, അല്ലേ? സ്പീഡ് ഗവർണർ CMVRലെ റൂൾ പ്രകാരം പറയുന്നതാണ്. ഇതിൽ ഏത് വാഹനങ്ങളിലാണ് സ്പീഡ് ഗവർണർ ഘടിപ്പിക്കേണ്ടത്? ഓപ്ഷൻ സി ആണ് സ്റ്റേജ് കാരിയേജ് വാഹനങ്ങൾ. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? ഈ സ്പീഡ് ഗവർണർ നിർബന്ധമല്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ? 2 വീലറുകളിൽ സ്പീഡ് ഗവർണർ നിർബന്ധമില്ല, ആംബുലൻസിൽ സ്പീഡ് ഗവർണർ നിർബന്ധമില്ല, പോലീസ് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമില്ല. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 രീതിയിലും നമ്മൾ അത് പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾക്ക് ഒഴികെയുള്ള ഒരു വാഹനങ്ങൾക്കും താഴെ പറയുന്ന നിറം ഉപയോഗിക്കാൻ പാടില്ല. അതായത് വാഹനങ്ങളുടെ പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. താഴെ പറയുന്ന ഏത് നിറമാണ് നോർമലി വാഹനങ്ങൾക്ക് അടിക്കാൻ പാടില്ലാത്ത നിറം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഗ്രീന്, ഓപ്ഷൻ ബി മാഗ് ഗ്രേ, ഓപ്ഷൻ ഡി ഒലീവ് ഗ്രീന്, ഓപ്ഷൻ ഡി ഡാർക്ക് ഗ്രീൻ. അല്ലേ? ഗ്രീൻ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഏതാണ്? ഒലീവ് ഗ്രീൻ, അല്ലേ? ഒലീവ് ഗ്രീൻ കളർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഡിഫൻസ് വാഹനങ്ങൾക്ക് ഒഴിച്ച് ബാക്കി ഏതിനും അടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് വാഹനങ്ങളിൽ റിയർ അണ്ടർ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഉപയോഗിക്കുന്നതിലെ നിറങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നമ്മുടെ CMVRലെ ഒരു റൂൾ പ്രകാരം പറയുന്നുണ്ട് ഈ ഒരു കാര്യം. റിയർ അണ്ടർ പ്രൊട്ടക്റ്റീവ് ഉപകരണങ്ങൾ, ഡിവൈസസ്. നമുക്കറിയാം നമ്മളുടെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള എക്സ്ട്രാ അഡീഷണൽ സേഫ്റ്റി മെഷേഴ്സ് എന്നുള്ള ഭാഗത്താണ് CMVRൽ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. മഞ്ഞയോട് കൂടി, അതിന്റെ കളറാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? മഞ്ഞയോട് കൂടി വെള്ള സീബ്ര വരകൾ, മഞ്ഞയോട് കൂടി കറുത്ത വരകൾ, കറുപ്പോട് കൂടി വെള്ള സീബ്ര വരകൾ, ചുവപ്പോട് കൂടിയ വെള്ള സീബ്ര വരകൾ, അല്ലേ? നമുക്കറിയാം മഞ്ഞയോട് കൂടിയിട്ടുള്ള വെള്ള സീബ്ര വരകളാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ റിയർ അണ്ടർ പ്രൊട്ടക്റ്റീവ് ഡിവൈസസിന് വേണ്ടിയിട്ട് അടിക്കേണ്ട പെയിന്റിന്റെ കളർ, അടിക്കേണ്ട കളർ എന്ന് പറയുന്നത്, ഉപയോഗിക്കേണ്ട നിറം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ MN തരത്തിൽ വരുന്ന വെടിയുണ്ട ഏൽക്കാത്ത തരം വാഹനങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വാഹനമാണ്. ഓപ്ഷൻ എ കമ്പൈൻ ഹാർവെസ്റ്റർ വാഹനങ്ങൾ, ഓപ്ഷൻ ബി ആർമോർഡ് വാഹനങ്ങൾ, ഓപ്ഷൻ സി VIP വാഹനങ്ങൾ, ഓപ്ഷൻ ഡി മോട്ടോർ കാരവൻ. അത് ഡിഫറെന്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വാഹനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നതാണ്
അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ആർമേഡ് വാഹനങ്ങൾ അല്ലേ. അതായത് MN കാറ്റഗറി എന്ന് പറയുന്നത് ചരക്ക് വാഹനങ്ങളോ നമ്മൾ അതേപോലെ തന്നെ പാസഞ്ചർ വാഹനങ്ങളോ ആകാം. നോർമലി പാസഞ്ചർ വാഹനങ്ങളിലാണ് ഉണ്ടാകാറുള്ളത്, ചരക്കിലുണ്ട്, ഡിഫൻസിലൊക്കെ ഉപയോഗിക്കുന്ന മിലിറ്ററി വാഹനങ്ങളൊക്കെ ഉണ്ട്. അത് ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള വാഹനങ്ങളെ നമ്മൾ നോർമലി ആർമേഡ് വാഹനങ്ങൾ എന്നാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിലാണ് സ്പാർക്ക് അറസ്റ്റർ ഘടിപ്പിക്കേണ്ടത് അല്ലെ. സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായിട്ടും ഘടിപ്പിക്കേണ്ട വാഹനം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പബ്ലിക് സർവീസ് വെഹിക്കിൾസ്, ഓപ്ഷൻ ബി ഗുഡ്സ് കാരേജ് ഡേഞ്ചറസ് ആൻഡ് ഹസാർഡസ് നേച്ചർ, ഓപ്ഷൻ സി സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ, ഓപ്ഷൻ ഡി ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ചരക്ക് വാഹനങ്ങൾ. ഏതിലാണ്? അതായത് ഗുഡ്സ് കാരേജ്. ഏത് ടൈപ്പ് ഗുഡ്സ് കാരേജിൽ? ഡേഞ്ചറസ് ആൻഡ് അസാർഡ് നേച്ചർ അല്ലേ. ഡേഞ്ചറസ് ആൻഡ് അസാർഡ് നേച്ചർ ടൈപ്പുള്ള വാഹനങ്ങളിൽ, ഗുഡ്സ് വാഹനങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്പാർക്ക് അറസ്റ്റർ എന്നുള്ള കാര്യം ഘടിപ്പിക്കേണ്ടത്. ഇത് എവിടെ ഘടിപ്പിക്കണം എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർക്കില്ല. നമ്മുടെ എക്സോസ്റ്റിലാണ് നോർമലി സ്പാർക്ക് അറസ്റ്റർ കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട്, ഈ ഒരു സെക്ഷനോട് കൂടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഒരു ഡ്രൈവർ കം OA പോലുള്ള ഒരു എക്സാം, LDV ഡ്രൈവർ നമുക്ക് പറയാം, നോർമലി 50 മാർക്കിന് ഡ്രൈവിംഗ് ടോപ്പിക്സ് വരുന്ന ഒരു എക്സാമാണ്. ആ എക്സാമിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ 50 ക്വസ്റ്റ്യൻ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടുള്ള 50 ക്വസ്റ്റ്യൻസും നമ്മൾ 3 സീരീസ് ആയിട്ട് ഓൾറെഡി നമ്മൾ കറക്റ്റായിട്ട് അനാലിസിസ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന ഓഗസ്റ്റിൽ നടക്കുന്ന ഡ്രൈവർ കം OAക്ക് വേണ്ടിയിട്ട് ഒരു 30 ഡേയ്സ് ക്രാഷ് ബാച്ച് പുതിയതായിട്ട് CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കോൺടാക്ട് ചെയ്യുക. ഈ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രൈവിങ്ങിനെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഫുള്ള് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് അതിൽ അവൈലബിൾ ആയിരിക്കും. എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ഫെസിലിറ്റി ഉണ്ട്. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ മെൻറ്ററോട് ചോദിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കോഴ്സിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി എക്സാമിന് വളരെ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ പഠനം വളരെയധികം ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും ഡ്രൈവർ എക്സാം എഴുതുന്ന സുഹൃത്തുക്കളിലോട്ടും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.